എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് LBS വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കുന്നില്ല, ഇതൊരു ഗ്യാരണ്ടി അല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതുവരെ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാം. അതുപോലെ ഓൾറെഡി ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് പുതിയ കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അതായത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 18 തീയതി രാവിലെ 10 മണി വരെയാണ് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. ഇനി എങ്ങനെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ്, അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അലോട്ടഡ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഒരു ലിങ്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കാണാം. അതുപോലെ തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഓട്ടോമാറ്റിക്കലി ആ ഒരു പേജ് ലോഡാവുന്നതാണ്. അപ്പോൾ നിലവിൽ ജസ്റ്റ് ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജാണ്, നിങ്ങൾ ഏത് കോളേജിലേക്കായിരുന്നു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പേര്, അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അലോട്ട്മെൻറ്റ് ട്രയലിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്, അതുപോലെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആർക്കൊക്കെയാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഏകദേശം 40 വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അതായത് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോളേജിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ആലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ എത്ര വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഏതൊക്കെ കോളേജിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് നോക്കുന്ന സമയത്ത് ഏകദേശം ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് കിട്ടിയതായിട്ട് അതായത് കൂടുതലായിട്ട് കാണുന്നത്. അതായത് 300 ഇൻഡെക്സ് മാർക്ക്, അതായത് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കുന്ന സമയത്ത് തന്നെ 300 ആണ് ഈ ഒരു ഫുള്ളായിട്ടുള്ള ഇൻഡെക്സ് സ്കോർ കാണിക്കുന്നത്. അതുപോലെ തന്നെ SC ST അതുപോലുള്ള വിഭാഗങ്ങളിലൊക്കെ ഏകദേശം 296.67 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ SCയിൽ 295.84 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ് എന്നാണ് തോന്നുന്നത്, കാരണം മുൻപ് ഈ ഒരു ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സെലക്ട് ചെയ്യുന്നു, ഷോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതായത് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഭാഗം. അപ്പോൾ അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നൽകുക. അതിനുശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു വിദ്യാർത്ഥിയുടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കാം. ഇവിടെ അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്ത് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള അതായത്
ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള രജിസ്റ്റർ ഓപ്ഷൻസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് പുതുതായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നൽകിയുള്ള ഓപ്ഷൻ നമ്പർ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ്, അതായത് ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ കൊടുക്കാതിരുന്നത് ആ ഒരു കോളേജൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NRI കോട്ടയാണ് എങ്കിൽ അതിൽ NRI ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ NRI ഡോക്യുമെൻ്റ് ഉള്ളവർ മാത്രമേ NRI കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇനി ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പുതുതായിട്ട് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 10 ഓപ്ഷൻ കൊടുത്ത ശേഷം സേവ് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും ഒരു 30 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ 10 വീതം ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് പേജിലല്ല, ഈ ഒരു ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് എത്തുക വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നമ്പർ ബോക്സിൽ നൽകുന്നതായിരിക്കും, അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഏത് ടൈപ്പ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതല്ല ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ളതും നിർബന്ധമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആഡ് ചെയ്യാനും വേണ്ടാത്തത് റിമൂവ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഈ ഒരു ഓഗസ്റ്റ് 18 രാവിലെ 10 മണി വരെ ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.